സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? ഉത്തരം 1948 ജനുവരി 30. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനെയാണ് ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം? ഉത്തരം ശാന്തിവനം. നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലം? ഉത്തരം സമതാ സ്ഥാൻ. ജഗ്ജീവൻ റാമിന്റെ സമാധി സ്ഥലമാണ് സമതാ സ്ഥാൻ. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലം? ഉത്തരം നിഗംബോധ് ഘാട്ട്. കൃഷ്ണകാന്തിന്റെ സമാധി സ്ഥലമാണ് നിഗംബോധ് ഘാട്ട്. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം കെ കേളപ്പൻ. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് കെ കേളപ്പനായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് ഗുജറാത്തിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ മഹാൻ? ഉത്തരം ദാദാഭായ് നവറോജി. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആദ്യത്തെ ഇന്ത്യൻ അംഗവുമായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 2ാം ലോക യുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 2ാം ലോക യുദ്ധം നടക്കുന്ന കാലത്ത് ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിൽ പോവുകയും ജപ്പാനിൽ വെച്ച് വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? ഉത്തരം 1924. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായത് 1924 മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം തന്റെ തൂക്കു കടികാരത്തെ. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തന്റെ തൂക്കു കടികാരത്തെയാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഗ്രാമം. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങൾ അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രാമം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിത? ഉത്തരം എന്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ പ്രശസ്തമായ കവിതയാണ് എന്റെ ഗുരുനാഥൻ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. ശിപ്പായി ലഹള തുടങ്ങി വെച്ചത് മംഗൾ പാണ്ഡെ ആയിരുന്നു. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം വാർത്താ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി.
മഹാത്മാഗാന്ധിയുടെ പ്രശസ്തമായ ഒരു കോട്ടാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് അത് എന്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. മഹാത്മാഗാന്ധി അത് എന്റെ അമ്മയാണ് എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടൻ? ഉത്തരം ബെൻ കിങ്സ്ലി. ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമയിൽ ഗാന്ധിയായി വേഷമണിഞ്ഞ നടനാണ് ബെൻ കിങ്സ്ലി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരെഴുതിയ ഗ്രന്ഥമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഗാന്ധിജി ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം ദണ്ഡി യാത്ര തുടങ്ങും മുൻപ്. ദണ്ഡി യാത്ര തുടങ്ങും മുൻപ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്: ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയം എന്താണ്? ഉത്തരം ഭിന്നിപ്പിച്ച് ഭരിക്കുക. മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിന്റെ അടിസ്ഥാന നയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥമായ അൺടു ദി ലാസ്റ്റിന്റെ കർത്താവാണ് ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. മറാത്തി ഭാഷയിൽ കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഏത് യുദ്ധത്തിന്റെ ഫലമായാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷ് അധീനതയിലായത്? ഉത്തരം മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായാണ് മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. എവിടെ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽകൃതമായത്? ഉത്തരം ധാക്ക. മുസ്ലിം ലീഗ് രൂപവൽകൃതമായത് ധാക്കയിൽ വെച്ചാണ്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ? ഉത്തരം മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഹൈദരാബാദ് നൈസാം. ഹൈദരാബാദ് നൈസാം ആണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് കോൺവാലിസ് പ്രഭു ആണ്. 1857 ഒളിപ്പോർ സമ്പ്രദായത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവ് ആരാണ്? ഉത്തരം താന്തിയ തോപ്പി. 1857 ഒളിപ്പോർ സമ്പ്രദായങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട ധീര നേതാവാണ് താന്തിയ തോപ്പി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ആനി ബെസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ബ്രഹ്മവിദ്യാ സംഘം. ആനി ബെസന്റ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മവിദ്യാ സംഘം. ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു. ഏത് വർഷമായിരുന്നു ആ വിളംബരം?
ഉത്തരം 1858. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം മൂലമായിരുന്നു ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തത്. ബംഗാൾ വിഭജനം പിൻവലിച്ച വർഷം. ഉത്തരം 1911. ബംഗാൾ വിഭജനം പിൻവലിച്ചത് 1911 ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന. ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. സേവാഗ്രാം ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്.